ചേട്ടാ ഈ കരിമീന്റെ റെസിപ്പി എങ്ങനെയാ? ഞാൻ വെക്കുന്ന പോലെ വെച്ചാ മതിയോ? കരിമീൻ വെച്ചിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ നീ വേറെ എന്തെങ്കിലും മീൻ വെക്കുന്ന പോലെ വെക്ക്. ടേസ്റ്റ് ഉണ്ടാവോ? പിന്നെ ടേസ്റ്റ് ഉണ്ടാവൂലേ. ഞങ്ങള് വെക്കണത് നമ്മുടെ ഫോളോവേഴ്സ് കണ്ട് കണ്ട് മടുത്ത്. ഇനി നീ നിന്റെ ശൈലി ഒന്ന് വെക്ക് കേട്ടാ. നോക്കാം. ടീമേ, എല്ലാവർക്കും അറിയാലോ ബിനീഷ് ബാസ്റ്റിനെ. ഞാനിനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിക്ക സിനിമകളിലും ഈ വില്ലൻ ക്യാരക്ടറായിട്ട് എപ്പോഴും ഉണ്ട്. നമ്മുടെ തെറിയിലുണ്ട്, അതെനിക്ക് നല്ല ഓർമ്മയുള്ള ഒരു പടമാണ്. വിജയുടെ തെറിയിലുണ്ട്. അങ്ങനെ ഒരുപാട് പടങ്ങളിലുണ്ട് ഈ ബിനീഷ് ബാസ്റ്റിൻ വന്നിട്ട് വില്ലനായിട്ട് നിൽക്കും. ഇടി പരിപാടി തന്നെ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ ബിനീഷ് ബാസ്റ്റിൻ്റെ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള വ്ളോഗുകളൊക്കെ ശ്രദ്ധിച്ച സമയത്ത് എനിക്കൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അവർ കൊള്ളാം. ഈ ഒരു സെറ്റപ്പിൽ നല്ല അടിപൊളിയായിട്ട് ഈ ഓവർ പ്രഹസനമൊന്നും ഇല്ലാണ്ട്, ചില ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ പ്രഹസനങ്ങളൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് നല്ലൊരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇടയ്ക്കാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടിയുടെ പേര് താര എന്നാണ്. ഞാനൊരു വീഡിയോ സൈഡിൽ കൊടുക്കാം. സ്റ്റാർ മാജിക്കിലെ എല്ലാ ടീംസും സൈഡിൽ ഇരിപ്പുണ്ട്. ഞാൻ ആ വീഡിയോ സൈഡിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടാൽ മതി. ഇനി കല്യാണം നടന്ന അന്നത്തെ ആ ദിവസത്തെ ഒരു ചെറിയ പ്രോഗ്രാം, ആ ഒരു വൈകിട്ട് ഫംഗ്ഷൻ്റെ അന്ന് സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു പ്രോഗ്രാം കണ്ട് നമുക്ക് തുടങ്ങാം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അയ്യോ, നമുക്ക് എന്നെ കറക്കാൻ മാത്രമേ നമ്മുടെ കുപ്പി കറക്കാൻ അറിയാൻ പറ്റില്ല. ശരി, ഓക്കെ. അപ്പഴേ ഒരു കുസൃതി ചോദ്യം എന്നല്ല, കുറച്ച് ബ്രില്യന്റ് ആയിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ താരന്റെ അടുത്ത് ചോദിക്കട്ടെ, ചെറിയൊരു ചോദ്യം. ഞാൻ അറിഞ്ഞു താര നമ്മുടെ ടീമിനെ വിളിക്കുന്നത് എന്താന്ന് ആർക്കെങ്കിലും അറിയോ? ഇവിടെ നിൽക്കുന്നവര് പറയരുത്, ഓഡിയൻസിന്ന് പറയണം. എന്തെങ്കിലും അറിയോ? ബീബിയാ. ശരി, അങ്ങനെയാണെങ്കില് എന്താ ഞാനെന്താ ബീഡി വേണമെന്നാണ്. ശരി, അങ്ങനെയാണെങ്കില് എന്താ വിളിക്കണേ? ബീബി. നമ്മുടെ ബീബി ചേട്ടന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ബി എന്താണ്? താര പറയണം. ബീബി ചേട്ടന്, അതായത് താരയുടെ ബീബി ചേട്ടന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ബി. ഇഷ്ടമില്ലാത്ത ബി. ബീഫോ? അത് നല്ല ഇഷ്ടം ടീമിനെട്ടോ. ഓക്കെ, ഇങ്ങനെ കുറെ കോമഡി ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മുടെ അടിമാലിയുടെ വളിപ്പടി ഒരു ബീബി പറഞ്ഞപ്പം ബിനീഷ് ബാസിന്റെ ബീബി ആയിരിക്കും ഉദ്ദേശിച്ചത്. അതിന് വീഡിയോ ഞാൻ കേട്ടത് വീഡിയോ ഈ ഒരു സെറ്റപ്പ് എന്നാണ് ചളുവടി ഇതുവരെ നിർത്തിയില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ പോയി. ഇപ്പൊ ഈ ചളുവടി ഒന്നും ആരും ഏറ്റെടുക്കത്തില്ല. എന്നാലും അങ്ങേര് പറഞ്ഞതല്ലേ, അങ്ങേർക്ക് വിഷമം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരൊക്കെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. പറയാനില്ല, അടിമാലി ചേട്ടന്റെ ഓരോ കോമഡികളെ. അപ്പൊ ഞാൻ അടുത്ത് പറയാൻ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനീഷ് ബാസിന്റെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. അതിനു മുന്നേ ഈ വീഡിയോ കണ്ട സമയത്ത് പല വീഡിയോസും ഞാനൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഈ വന്നു കയറിയ പെൺകുട്ടി ഓവർ പ്രഹസനം കാണിക്കുകയോ അല്ലെങ്കിൽ എന്റെ അമ്മായിയമ്മ, അയ്യോ എന്റെ അമ്മായിയമ്മ മുത്താണ്, പൊന്നാണ്, ചക്കടയാണ്, ചുക്കുടുവാണ്, വക്കുടുവാണ്, ഈ സെറ്റപ്പ് ഒന്നും ഇല്ല. സത്യം പറയാലോ, അങ്ങനത്തെ ആ ഒരു പ്രഹസനമോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഈ താര കാഴ്ച വയ്ക്കുന്നില്ല. അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഓവർ പട്ടിഷോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ചില ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ട്. എക്സാമ്പിൾ ഇച്ചാപ്പി, പ്രവീൺ പ്രണവ്, മല്ലു ഫാമിലി, ഇവിടെ എല്ലാവരും പ്രഹസനത്തിന്റെ ആൾക്കാരാണ്. ഓവർ വിനയോ ഓവർ സ്നേഹവും വാരിക്കൂട്ടി അങ്ങോട്ട് വെതറും. അതിൽ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട് ചിരിച്ചിരി ചത്തത് ഇച്ചാപ്പിയായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട്. ഇച്ചാപ്പി അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് വീട്ടിൽ പോയപ്പോൾ ഷോ കണ്ടപ്പോ എന്റെ ശിവനെ, എന്റെ കിളി പറഞ്ഞു. ഉള്ള കാര്യം പറയാം, അമ്മാതിരിയാണ് ഞാൻ വായും പൊളിച്ചിരുന്നത്. അതിലൊരു ഭാഗം ഞാൻ വേണമെങ്കിൽ കൊടുക്കാം. അമ്മാതിരി പ്രഹസനം. ഇത് ഇച്ചാപ്പിയുടെ പ്രഹസനം കണ്ടാൽ തോന്നും ദൈവമേ, ലോകത്ത് ആദ്യമായിട്ട് കല്യാണം കഴിച്ച് പയ്യന്റെ വീട്ടിലോട്ട് പോയ പെൺകുട്ടി എന്ന് തോന്നും. അമ്മാതിരി പ്രഹസനം. ഈ പ്രഹസനമൊക്കെ അങ്ങോട്ട് ഉണ്ടായിരുന്നാൽ മതി. എനിക്കതേ പറയാനുള്ളൂ. ഈ സ്നേഹവും ഈ കെട്ടിപ്പിടിപ്പ് ഈ ഉമ്മ ഇപ്പൊക്കെ തുടർന്നും അങ്ങോട്ട് ഉണ്ടായിരുന്നാൽ മതി. അല്ലാതെ കുറെ ദിവസം കഴിയുമ്പം ഈ പ്രവീൺ പ്രണവൊക്കെ മറ്റേ ചെളിവാരി അടിച്ചോലെ അടിക്കാതിരുന്നാൽ മതി. എനിക്ക് ഒരു റിമൈൻഡർ ആയിട്ട് ഞാൻ ഇട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇച്ചാപ്പിയുടെ പ്രഹസനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അമ്മ എന്താ അമ്മ പറയാറ്?
എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ വലിയ പണിയൊന്നുമില്ല. അപ്പൊ മരുമോള് വന്നിട്ട് ചെയ്തോട്ടെ എന്നൊന്നുമല്ല, ഞാൻ ചെയ്യുന്ന പണികൾ ഞാൻ ചെയ്യും. എന്റെ കുഞ്ഞിനെ എപ്പോഴും ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞ ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആക്കാവുന്ന ഒരു അമ്മയാണ് കേട്ടോ. അതേതമ്മ, ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആക്കാനുള്ള അമ്മ. എന്താ നമ്മളായിരുന്ന അമ്മമാര് പോരെ? സ്വന്തം അമ്മയെ പറ്റിയിട്ട് 2 വാക്ക് പോയിട്ട് പറയിച്ചാപ്പി. ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആക്കാൻ പറ്റിയ അമ്മയാണ് എന്റെ അമ്മായിയമ്മ. അമ്മായിയമ്മ ഇവിടെ ഒരു വാക്കടിച്ച്, ഏത് എന്റെ മരുമോള് വന്നിട്ട് ഇവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടത്തെ ജോലിയില്ല, ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു വാക്ക് പറഞ്ഞതുകൊണ്ടായിരിക്കും ഇച്ചാപ്പി ഉടനെ വാവ് എന്റെ അമ്മായിയമ്മ ഈസ് നോട്ട് അമ്മായിയമ്മ, ഷീ ഈസ് മൈ മാം. ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആക്കാൻ പറ്റിയ അമ്മ. അതുകൊണ്ട് നാളെ പോലെ എല്ലാ അമ്മായിയമ്മമാരും അല്ലെങ്കിൽ അമ്മമാരും മരുമക്കൾ വന്ന് കയറി കഴിഞ്ഞാൽ മരുമക്കൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് അണ്ണാക്കിൽ വിളമ്പി വെച്ചു കൊടുത്തുകൊണ്ട് അവർ വീണ്ടും പട്ടിയെ പോലെ പണിയെടുത്ത് ജീവിതം തീർക്കണം. അത് അങ്ങനത്തെ ഒരു സാധനമാണ് ഇവിടെ പിടിച്ചതെന്ന് തോന്നുന്നു. ഈ ചാപ്പി പറയുന്നേട്ടപ്പോൾ എനിക്ക് അങ്ങ് തോന്നി, മരുമക്കളായാലും അമ്മയായാലും എല്ലാവരും വീട്ടിലെ ജോലികൾ ചെയ്യണം. അതുപോലെ ആണുങ്ങൾ ചെയ്യാതിരിക്കണമെന്നൊന്നും, ആണുങ്ങൾക്കും ചെയ്യും, ആണുങ്ങളും ചെയ്യണം. ഞാനിവിടെ എൻ്റെ അമ്മയെ സഹായിക്കാറുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. പക്ഷെ ഞാൻ എത്ര സഹായിച്ചാലും എൻ്റെ അമ്മയ്ക്ക് പിടിക്കില്ല. നേരെ ചേട്ടാ പോടാ, നിനക്ക് പറ്റൂല, കളഞ്ഞിട്ട് പോടാ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയും. കാരണം ഞാൻ ചെയ്യുന്നതൊന്നും പിടിക്കൂല. അതുകൊണ്ട് എല്ലാവരും മക്കള് ഇങ്ങനെ അങ്ങോട്ടൊക്കെ ജോലിയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇനിയിപ്പോ ഇച്ചാപ്പി പറയുന്നത് പോലെ എല്ലാ അമ്മമാർക്കും ഇൻസ്പയർ ആവാൻ പറ്റിയ അമ്മ ആയത് എൻ്റെ അമ്മായിയമ്മ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലിയൊന്നും ചെയ്യേണ്ട, എല്ലാ അമ്മായിയമ്മ നോക്കിക്കോളൂ. ഈ സെറ്റപ്പ് ആണെങ്കിൽ ട്രാക്ക് പിടിക്കരുത്. അത് വേണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടാ. ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആക്കാൻ പറ്റിയ അമ്മ. സ്വന്തം അമ്മയെ പറ്റിയിട്ട് 2 വാക്ക് നല്ലത് പറ കേട്ടാ. ഇടയ്ക്കൊക്കെ ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആക്കാൻ പറ്റിയ അമ്മയാണ് എൻ്റെ സ്വന്തം അമ്മയെന്നെങ്കിലും പറ കേട്ടാ. എന്ന് സ്വന്തമായിട്ട് പറയുന്ന കുറച്ച് നല്ലതായിരിക്കും. ഈ ചാപ്പിയിലേക്ക് ഓരോ മാറ്റങ്ങൾ, മാറ്റം നല്ലതാണ്, പക്ഷെ പ്രഹസനം അത്ര നല്ലതല്ല. ഇത് ഒരു ഭയങ്കര പ്രഹസനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അമ്മാതിരി പ്രഹസനം. ഇനി അടുത്ത പ്രഹസന ടീമിനെ നമുക്ക് കാണാൻ പോവാം. ആര്? പ്രവീൺ പ്രണവ്. ആദ്യം ഈ മൃദുല പോയ സമയത്ത് അമ്മായച്ചനുമായിട്ടുള്ള പ്രഹസനം കാണാം. എന്തായിരുന്നു അന്നത്തെ പ്രഹസനം. പിന്നെ നടന്നത് ചരിത്രമാണ്. ഇതാണ് അമ്മായച്ചനും മരുമോളും തമ്മിലുള്ള ഒരു പ്രഹസനം. എന്തൊക്കെ പ്രഹസനമായിരുന്നു, എന്തൊക്കെ ആയിരുന്നു, എവിടെ ആയിരുന്നു. പിന്നെ നടന്നത് എന്താ? ചരിത്രമാണ്. ഇതൊക്കെ കണ്ടാ തോന്നുന്നു ഇതുപോലത്തെ ഒരു കുടുംബം ഇങ്ങനത്തെ ഒരു കുടുംബം ഞങ്ങൾക്ക് കിട്ടുമോ എന്നായിരിക്കും കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുന്നത്, അല്ലേ? എന്നാൽ അവിടെ നടന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ നടക്കുന്നതിനേക്കാളും ചീഞ്ഞളിഞ്ഞ കാര്യങ്ങളാണ് അവിടങ്ങളിൽ നടന്നിട്ടുള്ളത്. ഇനി മൃദുലയും അമ്മായച്ചനുള്ള പ്രഹസനം കണ്ടല്ല, ഇനി മൃദുലയും അമ്മയായിട്ടുള്ള പ്രഹസനം കാണാം. ഈ പ്രഹസനമൊക്കെ കഴിഞ്ഞാണ് പിന്നെ അടിയും വഴക്കും. പിന്നെ നടന്ന എൻ്റെ അമ്മയൊക്കെ അടിച്ച്, എൻ്റെ ചെറുമോ അടിച്ച്, മരുമോ അടിച്ച്, ആരൊക്കെ അടിച്ച്, എന്തൊക്കെയാ പിന്നെ നടന്നത് ഓർക്കാൻ പോലും വയ്യ. ഇച്ചാപ്പി ഒന്ന് സൂക്ഷിച്ചോ കേട്ടാ. ഈ പ്രഹസനമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലോട്ട് ചവിട്ടി കയറുമ്പോൾ അടിയും ഇടിയും ചവിട്ടും തൊഴിയൊക്കെ കിട്ടും. അതുകൊണ്ട് വീട്ടിൽ ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അമ്മായിയമ്മ വീഡിയോയിൽ വന്നിട്ട് എനിക്ക് ഇവിടെ ജോലിയൊന്നും ഇല്ല, ഞാനിങ്ങനെ എൻ്റെ മരുമോൾ വന്നിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥയൊന്നും ഇവിടെ ഇല്ല എന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറും, തനി ഗുണങ്ങൾ പുറത്തു വരും. അതുകൊണ്ട് ഇപ്പോഴേ അറിഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടു നിന്നാൽ കൊള്ളാം. അല്ലാണ്ട് എപ്പോഴും കയറിയിട്ട് വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇരിക്കാം. പിന്നെ ഞാൻ ഈ വന്ന് കയറുന്ന പെണ്ണ് വീട്ടിലെ ജോലി മൊത്തം ചെയ്യണം, ഈ ഒരു കോൺസെപ്റ്റിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. എല്ലാവരും ചെയ്യണം, ഞാൻ അതേ പറയത്തുള്ളൂ. അവിടെ വന്ന് കയറി പെണ്ണ് ചെയ്യണം നിർബന്ധം അങ്ങനെയൊന്നുമില്ല. നമ്മളെ കണ്ണിൽ കാണുന്നതൊക്കെ നമ്മൾ ചെയ്യുക. നമുക്ക് രാവിലെ കിച്ചണിൽ കയറി സഹായിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ സഹായിക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാനും ചെയ്യാറുണ്ട്. ദോശ ഇടാറുണ്ട്, ഇങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാൻ അറിയാവുന്നതൊക്കെ ചെയ്യും. എന്നാലും മാക്സിമം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. കാരണം ഞാൻ ചെയ്ത് ഇതിനെ കൊളാക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. എങ്കിലും തേങ്ങയൊക്കെ തിരികെ കൊടുത്ത് അങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മൾ ചെയ്യും. അതുകൊണ്ട് അറിയാവുന്ന പരിപാടി ആർക്കും ചെയ്യാം. അല്ലാണ്ട് ഇനിയിപ്പോൾ വന്നു കയറുന്ന പെണ്ണ് ചെയ്യാതിരിക്കണമെന്നോ അവള് മാത്രമേ ചെയ്യാവൂ അങ്ങനെയൊന്നുമില്ല, ആർക്കും ചെയ്യാം ജോലി. വേറൊരു കേസ്, ഇപ്പോൾ വീട്ടില് ഒരു പെൺകുട്ടിയെ മോൻ കെട്ടിക്കൊണ്ട് വന്നതിന് ശേഷം വീണ്ടും അമ്മയ്ക്ക് വയസ്സായി വരെയല്ലേ, അപ്പൊ അമ്മ മാത്രം വീണ്ടും കിടന്ന് അവിടെ പട്ടിയെ പോലെ കിടന്ന് പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. വരുന്ന പെണ്ണിനും കൂടി സഹായിക്കാനുള്ള ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം വേണം, അല്ലേ? വരുന്ന പെണ്ണും അമ്മയെ സഹായിക്കണം, അതൊക്കെ ഉള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യണം.
അതുകൊണ്ട് അതൊന്നും ഒരു ആന കാര്യമൊന്നുമില്ല. ഈ പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നതേ, ഇച്ചാപ്പി കാണിച്ചതും പ്രവീൺ പ്രണവ് കാണിക്കുന്നതൊക്കെ പ്രഹസനങ്ങൾ. ഇതുപോലത്തെ പ്രഹസനങ്ങൾ കാണിക്കാതിരിക്കുക. പ്രവീൺ പ്രണവൊക്കെ കാണിച്ച പ്രഹസനങ്ങൾ പിന്നെ എവിടെ പേടിച്ചിരുന്നു? ഇപ്പൊ 2 ഫാമിലി 2ആയിട്ട് പോയിട്ട് 2 പേര് 2 വാക്ക് പോയിട്ട് അവൻ വേറെ വാക്ക് പോയി ഇവൻ വേറെ വാക്ക്, മറ്റവൻ ഫോർച്യൂണർ എടുത്ത് പിന്നെ നടന്ന ചരിത്രം 2 ചാനലായി. എന്തൊക്കെ കാണണം. അതുകൊണ്ട് പ്രഹസനങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. ഇച്ചാപ്പിയുടെ പ്രഹസനം കണ്ടപ്പോഴേ ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ്. എന്നെങ്കിലും അടിയും വഴക്ക് കാണാം. നിങ്ങളല്ലേ വെയിറ്റ് ചെയ്തോ? ഞാൻ പറയുന്ന വാക്ക് തെറ്റൂല, സത്യം. ആശംസിക്കുകയല്ല, പക്ഷെ ഇത്രയും പ്രഹസനം കാണുമ്പോൾ എനിക്കൊരു പട്ടിത്തീട്ട ഷോ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ബിനീഷ് ബാസിന്റെ വീഡിയോയിലോട്ട് പോവാം. ചൊല്ലു താര എന്റെ താര എന്റെ ടീമേ പട്ടുകൊത്തു മുന്നിൽ വന്ന പെണ്ണേ നീ മുത്തുമാല പോട്ട് വെച്ചത് ചേട്ടാ എനിക്ക് കിട്ടുന്നില്ല കിട്ടണ്ട. സാമിക്കൊക്കെ പറഞ്ഞു പാടാൻ പറ്റുള്ളത്. ടീമേ, അമ്മ നടുക്ക് നിൽക്കുന്ന ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. റൊമാൻസ് ഒക്കെ നല്ലത്, പക്ഷെ അമ്മ നടുക്ക് നിൽക്കുന്ന ഓർക്കുക. അപ്പൊ താരയാണ് സൈഡിൽ നിൽക്കുന്നത്, ബിനീഷിന്റെ ഭാര്യ. അപ്പൊ വേണമെങ്കിൽ താരക്ക് അവിടെ നിന്നൊരു പട്ടി ഷോ കാണിച്ച് അമ്മയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മോച്ച് എടുത്തു പോക്കി, എന്റെ പൊന്നമ്മയും എന്റെ തങ്കമ്മയും നിങ്ങളാണ് ഈ ലോകം കണ്ട അമ്മ. അയ്യോ ഇതുപോലൊരു അമ്മയമ്മ, അയ്യോ അച്ചൂട്ടാ മാമി തക്കുടു. നമ്മുടെ ഇച്ചാപ്പിയെ കാണിച്ച പോലെ പട്ടി ഷോ ഒക്കെ കാണിക്കുക. അങ്ങനത്തെ ഒരു ഇതൊന്നും ഞാൻ കണ്ടില്ല. പ്രഹസനങ്ങളൊന്നും എനിക്ക് കാണാനും സാധിച്ചില്ല. നൈസായിട്ട് നിൽക്കുന്നുണ്ട്, താര കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു പ്രഹസനത്തിന്റെ ആവശ്യമൊന്നുമില്ല. ടീമും അതുപോലെ തന്നെ നല്ലോണം നിൽക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്ത പ്രഹസനം പട്ടി ഷോ ഒന്നും കാണിച്ച് നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്ത് ഞാൻ തുടർന്നുള്ള കുറേ വീഡിയോസും ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഞാൻ 1-2 കമന്റ്സ് ഒന്ന് വായിക്കാം. വന്ന് കയറിയ വീട്ടിൽ ഇത്ര പെട്ടെന്ന് ഇത്ര സ്വാതന്ത്ര്യത്തോടെ അടുക്കളയിൽ കയറി ജോലി ചെയ്യണമെങ്കിൽ ആ കുടുംബം നൽകിയ പിന്തുണ ചെറുതല്ല. ഇത്രയും വേഗം അവിടെ ഒരാളായി മാറാനും പാചകം ചെയ്യാനുമുള്ള കഴിവ് അവളിൽ ഉണ്ടാക്കിയത് ഒരു നല്ല അമ്മ വളർത്തിയത് കൊണ്ടാണ്. അതുപോലെ നല്ല അമ്മ അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. എന്നും ഇതുപോലെ എല്ലാവരുടെയും കരുതൽ ഉണ്ടാവട്ടെ. അതായത് താരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കമന്റ്സ് ഒക്കെ വരുന്നത്. ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. ഒരു ചായ പോലും എനിക്ക് വേണ്ടിയില്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. താര എന്തൊക്കെയാ ഉണ്ടാക്കുന്നേ? അതായത് താര ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ എനിക്കൊരു തേങ്ങ അറിയത്തില്ലെന്നാണ് നമ്മുടെ നിം മാർട്ടിൻ പറയുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മൾ വെച്ച് പഠിച്ച പോലെ പാചകം ചെയ്യാൻ കിട്ടുന്ന ഭാഗ്യം ആണ്. എനിക്കൊന്നും ഒരു ഉപ്പ് പോലും എനിക്ക് ഇഷ്ടത്തിന് ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. സന്തോഷമായി. ഞാനും താരയാണ്. ഞാനും താരയാണ്. സെയിം പേരിലാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് സപ്പോർട്ടീവ് കമന്റ്സ് താരയ്ക്ക് വരുന്നുണ്ട്. അങ്ങനത്തെ പ്രഹസനമാണെന്നുള്ള പട്ടി ഷോ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ കമന്റ്സ് കാണുകയോ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് അവര് നാച്ചുറലായിട്ട് നേരത്തെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നൈസായിട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഓവർ വിനയോ ഓവർ സ്നേഹമോ ഓവർ പ്രകടനമോ ഒന്നും കാഴ്ചവെക്കുന്നതായിട്ട് കണ്ടില്ല. ഇനി തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പൊ നിലവിൽ എന്തായാലും ഇല്ല. ഇച്ചാപ്പിയൊക്കെ വന്നു കയറുന്ന സമയത്ത് തന്നെ ഓവർ പ്രഹസനം. അയ്യോ എന്റെ പൊന്നമ്മ, എന്റെ തങ്ങമ്മ, എന്റെ മുത്തമ്മ, എന്റെ പൊന്നമ്മ ലോകത്തിലെ ഏറ്റവും വലിയ അമ്മയാണ്, അമ്മയേക്കാൾ വലിയ പോരാളിയില്ല, വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും റോൾ മോഡൽ ആക്കേണ്ട അമ്മയാണ്. എന്നാ പുകഴ്ത്തലടാ പുകഴ്ത്തി വിട്ടുകൊടുക്കുന്നത്. അതൊക്കെയാണ് ഓവർ ഷോ. ഇനി വീഡിയോയിലെ കുറച്ച് ഭാഗം കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. തിളച്ചിട്ടില്ല ചൂടാ ചൂടാ ചൂടാ. തിളച്ച് കഴിയുമ്പോൾ ഞാൻ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഗ്യാസ് ഒരുപാട് തീർന്നപ്പോഴേ നിങ്ങളെ ശരിയാണ് കട്ട് ചെയ്യണം. പിന്നെ ചായ ആയി അല്ലേ? അമ്മച്ചിക്ക് ഇത്ര മതി കേട്ടോ. പോരെ, ഇത്ര പോരെ, ഇത്രല്ലേ കുടിക്കുള്ളൂ. ചോദിച്ച ചായക്കാലത്തല്ലേ ഇപ്പൊ എനിക്ക് മതി പോലെ മതി. അതാണ് ഞാൻ ഈ ക്ലാസ് ഇങ്ങനത്തെ എടുത്തത്. ഇതേപോലെ സ്വർണ്ണക്കടി ഒന്ന് കിട്ടിയ ക്ലാസ്. നിങ്ങൾക്ക് വെച്ചാൽ ദേ ഒഴിച്ചോ അമ്മച്ചി. ഫസ്റ്റ് ചേട്ടനെ വെൽക്കം. വില വെക്കാൻ നോക്കണേ കേട്ടാ. ഓരോ ദിവസം ചെല്ലുന്നതിന് വില കൂടുതല. പണിക്കാർക്ക് പണിക്കൂലും കൂടും. നിനക്കും നല്ല നഷ്ടം. ഇങ്ങനത്തെ ചിന്ത പെരക്കാൻ
ഇത്ര ആയില്ലേ? ചേട്ടൻ്റെ ഒരുപാട് ആളായിരിക്കും, ബേക്കറി പോയ ആള് കുറവായിരിക്കും. അതിന്റെ ബേക്കറിക്ക് അടിച്ചാൽ മതി, ഒരാള് കുറവാൻ. വേണ്ട, ബേക്കറി അടിച്ചാൽ പള്ളിയിലെ ആൾക്കാർ കടയിൽ നിന്ന് വീട് വെച്ചിട്ട് ഒരു അവർ ഓവർ പ്രകടനങ്ങളോ ഒന്നുമില്ല, അത് നൈസായിട്ട് പോകുന്നുണ്ട്. അതുപോലെ എനിക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് പറയാൻ തോന്നിയൊരു കാര്യം, ഇനി നമ്മുടെ ബിനീഷിന്റെ അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് ആവാം, റെസ്റ്റ് ഒക്കെ എടുത്ത് അത്യാവശ്യം വെറുതെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പാണ് എൻ്റെ ഒരു മനസ്സിൽ നിന്ന് തോന്നി, അങ്ങനെ പറയണം തോന്നി. ബിനീഷും താരയും കൂടിയൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ജോലിയൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഇനി അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ കൊടുക്കുക, അത്യാവശ്യം നല്ല പ്രായമായിട്ടുണ്ടെന്ന് തോന്നുന്നു, അത്യാവശ്യം നല്ല പ്രായമുണ്ട്. അവരുടെ പ്രസൻസിൽ അവർ ഇരിക്കെ തന്നെ അവരുടെ അഡ്വൈസ് ഒക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക, ഹാപ്പി ആയിട്ട് പോവുക. അതാണ് അതിൻ്റെ ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കുറച്ചധികം പ്രായമായിട്ടുണ്ട് അമ്മയ്ക്ക്, അല്ലേ? അമ്മയെ കാണുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് ബിനീഷും വൈഫും ഒക്കെ ആയിട്ട് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടൊക്കെ പോവുക. അല്ലാണ്ട് ഈ പറയുന്ന ചില വ്ളോഗേഴ്സ് ഒക്കെ കാണിക്കുന്നില്ല, ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ കാണിക്കുന്നില്ല. എക്സാമ്പിൾ എന്നെ 2 ഞാൻ എടുത്ത് കാണിച്ചു തന്നത്. ഇതുപോലെ പ്രകടനങ്ങളും കാഴ്ചവെച്ച് അവസാനം തല്ലിപ്പിരിയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്. അത് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി ഞാൻ വേറെ കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം കേട്ടോ. മുടി കെട്ടിവെച്ചപ്പോ തന്നെ ഒരു ഐശ്വര്യം, പുറത്തു പോകുമ്പോൾ മുടി അഴിച്ചിട്ടോ, പക്ഷെ അടുക്കളയിൽ പൊടിയല്ലാട്ടോ, ഒന്നും വിചാരിക്കാൻ ഒത്തിരി ഇഷ്ടത്തോടെ. പൊടിയില്ല കേട്ടോ. എന്തായാലും അടുക്കളയിൽ മുടി അഴിച്ചു വെച്ചുകൊണ്ട് നിൽക്കരുതെന്നാണ് അതൊരു അമ്മച്ചി പറയുന്നത്. ഏതോ ഗ്രാൻഡ്മാ എന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അടുക്കളയിൽ മുടി അഴിച്ചു വെക്കാൻ പാടില്ല, കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിലൊക്കെ മുടി വീഴും. അതെന്തെല്ലാം അതൊക്കെ അവരുടെ ഇഷ്ടം, ഓരോരുത്തരുടെ പ്രായമായവരുടെയൊക്കെ കമന്റുകൾ, നമ്മളത് ആ രീതിയിൽ മാനിക്കുക. ഉപദേശങ്ങൾ തരാൻ ഒരുപാട് പേര് കാണും. ഒരു തെണ്ടിയുടെയും ഉപദേശം കേൾക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് സന്തോഷത്തോടെ ജീവിക്കുക. നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ കമന്റ് ബോക്സ് ക്ലോസ് ആക്കി വെക്കുക. ലെറ്റ്സ് എൻജോയ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട്. അതായത് കമന്റ് ബോക്സിൽ ആൾക്കാർ അവരുടേതായ അഭിപ്രായങ്ങൾ പറയും. ഇപ്പൊ എനിക്ക് തോന്നുന്ന അതേ അഭിപ്രായം ആയിരിക്കത്തില്ല ഈ വീഡിയോ കാണുന്ന മറ്റൊരാൾക്കുള്ളത്. ഓരോരുത്തരുടെ അഭിപ്രായം വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവെക്കും. നമുക്കതെല്ലാം ഫേസ് ചെയ്യാനുള്ള ധൈര്യം ചങ്കൂറ്റം ഉണ്ടെങ്കിൽ മാത്രം കമന്റ് ബോക്സ് ഓൺ ആക്കി വെക്കുക. അല്ലാത്ത പക്ഷം കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സും കൊണ്ട് വീട്ടിൽ പോക്കോ. ഇതേ പറയാനുള്ളൂ. അല്ലാണ്ട് ഇനിയിപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ ഭാര്യയെ പറഞ്ഞു, എൻ്റെ അമ്മയെ പറഞ്ഞു എന്ന് പറഞ്ഞ് നെഗറ്റീവ് കമന്റ് വന്നെന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതെൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാണ്. അതുകൊണ്ട് കമന്റ് ബോക്സിൽ പല തരത്തിലുള്ള കമന്റ്സും കാര്യങ്ങളും വരും. എല്ലാം ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ആക്കിയിടുക. ഇനി താരയോട് ചായക്കപ്പിലെ കറ നല്ലവണ്ണം തേച്ച് കഴുകാൻ പറയണം. അമ്മയ്ക്ക് ഇനി അതൊന്നും കഴിയില്ല, താരയാണ് എല്ലാം തേച്ച് കഴുകേണ്ടത്. ഓക്കെ, ചായക്കപ്പിലെ കറയൊക്കെ തേച്ച് അവർ കഴുകിക്കോളൂ. ഇതിനിപ്പോ ഇത് ഉപദേശമായിട്ടൊന്നും കൊടുക്കണ്ട. പിന്നെ ആൾക്കാർ കാണുന്ന സമയത്ത് അത്രയും മൈന്യൂട്ടായിട്ട് ഇവര് കാര്യങ്ങൾ നോക്കും. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്ത്രീകൾ ഓരോ കാര്യങ്ങളിലും മൈന്യൂട്ടായിട്ട് കാര്യങ്ങൾ നോക്കും, ശ്രദ്ധിക്കും. അത് ഇത് എന്നൊക്കെ പറയും. നമ്മൾ ശ്രദ്ധിക്കാത്ത പലതും സ്ത്രീകൾ ശ്രദ്ധിക്കാറുണ്ട്. അത് ഞാൻ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സൈക്കോളജിയാണ്. ഞാൻ പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തല്ല, അല്ലാത്ത സമയത്ത് ഞാൻ ചിന്തിക്കാത്തതും ഞാൻ ശ്രദ്ധിക്കാത്തതുമായ പല കാര്യങ്ങളും എൻ്റെ അമ്മ ശ്രദ്ധിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് ആണുങ്ങളെക്കാളും കുറച്ചുകൂടി മൈന്യൂട്ടായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഈ ചായക്കപ്പിൽ തേച്ച് കഴിയുന്ന കറയെന്ന് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് എന്തായാലും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. പക്ഷെ അത് കാണുന്ന സ്ത്രീകൾ, വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അത് അവർ കണ്ടപ്പോൾ തന്നെ നോട്ടീസ് ചെയ്ത് അത് അവർ പറയുന്നുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഈ കമന്റ് ബോക്സുകളിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, വോട്ടവർ. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. പ്രഹസനങ്ങളൊന്നും കാണിക്കാണ്ട് ഇതുപോലെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. പിന്നെ അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ കൊടുക്കാം. ഇനി അമ്മ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. മോനും മരുമോളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ജോലിയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാം. ആരുടെ അഡ്വൈസ് എടുത്ത് കൂടുതൽ തലകയറ്റി വെച്ച് അതുപോലെ വീട്ടിൽ അടിയും വഴക്കൊന്നും ഉണ്ടാക്കാണ്ട് സെറ്റായിട്ട് പോകാൻ ശ്രമിക്കുക. പല ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ പ്രഹസനങ്ങളും കാണിച്ച് ഉമ്മ വെച്ചും കെട്ടിപ്പിടിച്ച് അമ്മായിമ്മ എടുത്തോളം ഇരുത്തി കൊണ്ടുള്ള പരിപാടിയൊക്കെ കാണിച്ചിട്ട് പിന്നെ ഒരു സമയത്ത് തറയിലിട്ട് കല ഉടങ്ങുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. അടിപൊളിയായിട്ട് പോവുക. പ്രഹസനങ്ങൾ കാണിക്കാതെ പോയി കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.